Hello my dear students, good morning and welcome back. Professional business skills നല്ലൊരു സബ്ജക്റ്റ്. നിങ്ങൾക്ക് ശരിക്കും നമ്മളുടെ ഒരു BBA കോഴ്സിലേക്ക് ഒരു അർത്ഥം വരുന്ന ഒരു കോഴ്സാണ്, ഒരു സബ്ജക്റ്റാണിത്. ഇത് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമാവും. ഇത് വെറുതെ നമുക്കൊരു എക്സാം എഴുതാൻ വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സല്ല, ശരിക്കും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കോഴ്സാണ്. സിൻസ് നമ്മളുടെ ഈ ഒരു സിലബസ് കഴിഞ്ഞ കൊല്ലം മാറിയപ്പം ഇതൊരു പുതിയ സബ്ജക്റ്റായിട്ട്, അപ്ഡേറ്റഡ് ആയിട്ട് ഒരു സബ്ജക്റ്റായിട്ട് എടുത്തേക്കാണ് യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ടും വളരെ ഉചിതമായിട്ടൊരു സബ്ജക്റ്റാണിത്. അതുകൊണ്ട് അത് ശരിയായ രീതിയിൽ തന്നെ എല്ലാവരും തന്നെ ഉൾക്കൊള്ളുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് നമ്മളുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ 15ാമത്തെ സെഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഏജ് ലേണർ. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്, ഡിജിറ്റൽ ഏജ് ലേണർ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ എറ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏജിലാണ്, അല്ലേ? അതിനെ നമുക്ക് ഡിജിറ്റൽ ഏജ് എന്ന് പറയാം. വിതൗട്ട് കമ്പ്യൂട്ടർ, വിതൗട്ട് മൊബൈൽ, വിതൗട്ട് ഇന്റർനെറ്റ് നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ മാറിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതാണ് നമ്മളുടെ ഇൻഫർമേഷൻ ഏജ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ ജനറേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഏജില് നമ്മളുടെ നേരത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആയിരുന്നു കൂടുതൽ പ്രാധാന്യം വന്നിരുന്നത്. അത് മാറി ഇപ്പൊ എന്താണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ചുറ്റുപാടും തന്നെ ഒബ്സർവ് ചെയ്താൽ നമുക്കൊന്ന് മനസ്സിലാവും. നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ കേരള സംസ്ഥാനം, അല്ലെ? ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല, ഇവിടെ കാര്യമായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാം വെൻ കമ്പയറിംഗ് ടു അതർ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ ഒരു കാലഘട്ടം വരെ ആൾക്കാർക്ക് എന്താണ്, ഇവിടുന്ന് പുറത്തു പോയി ജോലി ചെയ്യാനൊക്കെ ആയിരുന്നു താല്പര്യം. കാരണം ഇൻഡസ്ട്രീസ് ഇവിടെ കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഉള്ളത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലാതെ ഇൻഡസ്ട്രീസ് ഇവിടെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഏജിലേക്ക് വന്നപ്പം നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എത്രമാത്രം സംരംഭങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, പല പ്രൊഫഷണൽസും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സീ ദ ചേഞ്ച്. അതന്നെ പറയുന്നത് ദ ഷിഫ്റ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ഇസ് റെഡിലി അവൈലബിൾ ആൻഡ് ഫ്രീ. ഇപ്പൊ നമ്മൾക്ക് എന്ത് ഇൻഫർമേഷൻസും വളരെ റെഡി ആയിട്ട് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രറ്റൈസേഷനിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലെ? ജനാധിപത്യമായിട്ട് ജനങ്ങൾക്കും അത് കിട്ടാവുന്ന രീതിയിലേക്ക് ആയിരിക്കുകയാണ്, അല്ലെ? അപ്പം ആ രീതിയിൽ നമുക്കിപ്പം ഗവൺമെന്റിന് മാത്രമല്ല എല്ലാ ഇൻഫർമേഷൻസും കിട്ടേണ്ടത്, ഈവൻ സിറ്റിസൺസിനും അത് കിട്ടുക, അല്ലെ? നമ്മുടെ എന്താണ് വിവരാവകാശ നിയമം അതാണ് പറയുന്നത്, അല്ലെ? നമുക്കും വിവരണങ്ങൾ കിട്ടണം, അല്ലെ? ഗവൺമെന്റിനെല്ലാം മൂടിവെക്കാൻ പറ്റില്ല. എല്ലാ വിവരണങ്ങളും ഒരു പൗരനും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഡെമോക്രറ്റൈസേഷനിൽ ടു ആക്സസ് ഇൻഫർമേഷൻ പറയുന്നത്. എന്ത് ഇൻഫർമേഷൻസും ഒരു പൗരനും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത്, അല്ലെ? നമുക്ക് ഇൻഫർമേഷൻസ് വരുന്നത് വളരെ കൂടുതലാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോകുമ്പോൾ എത്രമാത്രം ഇൻഫർമേഷൻസ് ഒരു ദിവസം വരുന്നത്. ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മളുടെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, സോ ഇപ്പോഴത്തെ ഈ പ്രസന്റ് ജനറേഷനെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഏജിലുള്ളത് കൊണ്ട് അവരെ നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പറയാം, ദേ ആർ ദ ഡിജിറ്റൽ ലേണേഴ്സ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്നതിലും നല്ലത് എന്താണ്, നെറ്റ് ജെൻ എന്നാണ് പറയുക, നെറ്റ് ജനറേഷൻ. നിങ്ങളൊക്കെ നെറ്റ് ജനറേഷനിലുള്ള കുട്ടികളാണ്, നിങ്ങളൊക്കെ നെറ്റ് ജനറേഷനിലുള്ളവരാണ്. അപ്പോ കാരണം നിങ്ങളുടെ എല്ലാം പഠനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജി വെച്ചിട്ട് നിങ്ങളുടെ പഠനം, ലേണിംഗ് ഷേപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഈ പറയുന്ന ഡിജിറ്റൽ ഏജില് ഇത്തരത്തിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ. അപ്പോ
ഈ രീതിയിൽ നമ്മുടെ ഡിജിറ്റൽ ലേണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് തെരഞ്ഞു പിടിച്ച് നാവിഗേറ്റ് ചെയ്ത് അതിലൂടെ അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ അങ്ങനെ നാവിഗേറ്റ് ചെയ്ത് ഇൻഫർമേഷൻസിനെ അത് ക്രിട്ടിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് അവർക്കത് എക്സ്പ്രസ് ചെയ്യാനും ഇഫക്റ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ആസ്പെക്ടിനെയാണ് നമ്മളിവിടെ നമ്മളുടെ ഡിജിറ്റൽ ഏജിലെ ന്യൂ ജനറേഷന്റെ ഡിജിറ്റൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. നമുക്കൊരു ലാംഗ്വേജിലെ ഫ്ലുവൻസി വരണ്ടേ, അതുപോലെ ഡിജിറ്റലി ഫ്ലുവൻസി എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്, ഡിജിറ്റൽ ലേണേഴ്സിന് ഒരുപാട് ഇൻഫർമേഷൻസിലൂടെ നാവിഗേറ്റ് ചെയ്ത് ഇങ്ങനെ തുഴഞ്ഞ് നീങ്ങി എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്രിട്ടിക്കലായിട്ട് എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള അവരുടെ ഐഡിയാസ് വളരെ ഇഫക്റ്റീവായിട്ട് ആ ഡിജിറ്റൽ മീഡിയയിൽ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡിജിറ്റലി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്ലുവൻസി ഈ പറയുന്ന ഡിജിറ്റൽ ലേണേഴ്സിന് വേണം. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ ലേണേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഓക്കെ, നമ്മുടെ ഡിജിറ്റൽ ലേണേഴ്സിന് വേണ്ട ഫസ്റ്റ് സ്കിൽ എന്ന് വെച്ചാൽ ടു ഗെറ്റ് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ദെയർബൈ ഡിജിറ്റൽ ഫ്ലുവൻസി. നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ലിറ്ററസി വാസ് ലിമിറ്റഡ് ടു ടെക്സ്റ്റ് ബുക്സ്. പക്ഷെ ഇപ്പോഴത്തെ ഡിജിറ്റൽ സ്റ്റുഡൻസ് ദേ ഹാവ് ടു ഡെവലപ്പ് an ability to communicate and express with sounds, images and visuals through digital media. അതാണ് ഇപ്പോഴത്തെ ന്യൂ ലിറ്ററസിയുടെ പ്രത്യേകത. ഓക്കെ, സോ അത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസിയിലൂടെ നേടണം. പിന്നെ അത് മാത്രമല്ല, ഡിജിറ്റൽ ലിറ്ററസി ഉള്ള സ്റ്റുഡൻസിന് what they do is they used to navigate through informations. കാരണം enormous informations ആണ് കിട്ടുന്നത്, that too from multiple resources. അപ്പൊ അങ്ങനെ enormous informations multiple resources നിന്ന് കിട്ടുമ്പോൾ they double check it. അതിനെയാണ് നമ്മൾ triangulation എന്ന് പറയുന്നത്. അപ്പൊ double check it for the accuracy of the facts and find out its validity and verify its validity. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു, വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് മൾട്ടിപ്പിൾ റിസോഴ്സിൽ നിന്ന് കിട്ടുന്നത് അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ ഡബിൾ ചെക്ക് ചെയ്തിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഇത് നമ്മളുടെ ഡിജിറ്റൽ ലിറ്ററസി ഉള്ള സ്റ്റുഡൻസിന് ഉള്ള ഒരു കഴിവാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു സ്കില്ല് നേടിയെടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സ്കിൽ ആൻഡ് ഡിഫിക്കൽട്ട് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നെസസറി. അത് നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ആ സ്കില്ല് നമ്മൾ നേടിക്കഴിഞ്ഞാൽ we will become autonomous. നമ്മൾ സെൽഫായിട്ട് ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ എക്സ്പേർട്ട് ആവും. സോ ദാറ്റ് വിൽ എംപവർ us in the digital era. ഇപ്പൊ ഈ ഒരു ഡിജിറ്റൽ എറയിൽ അത് നമ്മളെ എംപവർ ചെയ്യും. സോ ദാറ്റ് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിജിറ്റൽ ലിറ്ററസി എത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷന്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു ഇപ്പൊ നമ്മൾ സപ്പോസ് ആ ഡിജിറ്റൽ ലേണേഴ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു ഡിജിറ്റൽ കോഴ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞാലേ അതുകൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിൽ ആദ്യം വരുന്നതാണ് എന്ത്, ബിസി. എപ്പോഴും ഈ ഡിജിറ്റൽ ലേണേഴ്സ് വളരെ ബിസി ഷെഡ്യൂളിലാണ്. Mostly they will be engaged with their jobs or as well as their education or business. So they don't have much time for learning digitally. But hardly നോക്കുകയാണെങ്കിൽ maximum 20 to 30 minutes ഒക്കെ അവർക്ക് ഒരു ദിവസം ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സും ഈ രീതിയിൽ 20 to 30 minutes per day സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ 5 days in a week അല്ലെങ്കിൽ 3 days in a week ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒരു ഇത് എന്താണ്, ദാറ്റ് ഈസ് ഇംപേഷ്യന്റ്. The digital learners are impatient. They are less tolerant. Why? Because of their thought process. അപ്പം ഈ ഓരോ ജനറേഷൻ കൂടുന്തോറും കഴിയുന്തോറും തോട്ട് പ്രോസസ്സിന്റെ സ്പീഡ് കൂടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ടോളറൻസ് കുറയും. അപ്പൊ നോക്കൂ,
ഇപ്പൊ എന്റെ ജനറേഷനിൽ സപ്പോസ് ഇപ്പൊ ഒരു മിനിറ്റില് എന്റെ മൈൻഡിൽ കൂടെ സേ ലൈക്ക് 100 to 500 തോട്ട്സ് ആണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനറേഷൻ ഇറ്റ്സ് നെക്സ്റ്റ് ജനറേഷൻ റൈറ്റ്. അപ്പൊ നിങ്ങളുടെ ജനറേഷനിൽ അത് മേ ബി 5000 to 10,000 ആയിരിക്കാം. ഇനി നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ജനറേഷനിലോ ഇറ്റ് മേ ബി സേ ലൈക്ക് 20 to 50,000. അപ്പൊ അങ്ങനെ സ്പീഡ് കൂടുമ്പോൾ എന്തായി ടോളറൻസ് കുറയും. സോ അതുകൊണ്ട് എന്താണ് കൂടുതൽ ബോധറേഷൻസ് എടുക്കാൻ പ്രവണത കുറവാവും റൈറ്റ്. സോ അങ്ങനെ കൂടുതൽ ബോധറേഷൻ എടുക്കാനുള്ള പ്രവണത കുറവായതുകൊണ്ട് അത്തരം ബോധറേഷൻ ഇല്ലാത്ത രീതിയിലുള്ള കോഴ്സുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ സിസ്റ്റം ദേ യൂസ് ഫോർ ഇറ്റ് ഷുഡ് ബി വെരി ഈസി. അവർക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം കൂടി ആയിരിക്കണം. ഓക്കെ, അതാണ് അവരുടെ രണ്ടാമത്തെ ക്യാരക്ടർ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റ് ആണ് ഇംപാർഷ്യൽ. ഇപ്പൊ ഇംപാർഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു പാർഷ്യാലിറ്റി ഒന്നും ഫീലിംഗ് ഇല്ല. ഇപ്പം നമ്മൾ ഒരു ഡിജിറ്റൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടന്റ് എന്താണ് അവർ ഡെലിവറി ചെയ്യുന്നത്, ദേ നോട്ട് ഈവൻ ബോതേർഡ് അബൌട്ട് ദാറ്റ്. ബിക്കോസ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ദേ യൂസ് ഡിഫറെന്റ് ഡിവൈസസ്. ചിലപ്പോൾ ഇപ്പൊ ട്രാവലിംഗിനൊക്കെ ആണെങ്കിൽ ദേ വിൽ ബി ആക്സസിങ് ദ കോഴ്സ് ഓർ ദേ വിൽ ബി യൂസിങ് ദ ഡിജിറ്റൽ മീഡിയ ത്രൂ ദിയർ സ്മാർട്ട് ഫോൺസ്. വീട്ടിലിരിക്കുകയാണ് ഇപ്പൊ സേ ലൈക്ക് ഇപ്പം ഒരു ഹാളില് സോഫയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അറ്റ് ദ ടൈം ദേ വിൽ ബി ഹാവിങ് എൻ ഇന്റൻസിറ്റി ടു യൂസ് ദ ടാബ്ലറ്റ്സ്. ചിലപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കുമ്പോൾ ദേ വിൽ ബി അവരുടെ ഡെസ്ക്ടോപ്പിൽ ലാപ്ടോപ്പ് വെച്ചിട്ടായിരിക്കും ഇരിക്കുക. സോ ഒരേ കോഴ്സ് തന്നെ സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ ലാപ്ടോപ്സിലോ ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രവണത അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദിയർ കൺവീനിയൻസ്. സോ ദേ വാണ്ട് സച്ച് കൈൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, സോ അതാണ് ഒരു ഇംപാർഷ്യാലിറ്റി അവർക്കുള്ളത്. ഇന്നതിലേ പാടുള്ളൂ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല. ഓക്കെ, സോ ആ രീതിയിലാണ് അവരെപ്പോഴും അവരുടെ മനോഭാവം. ഇംപേഷ്യൻസ്. ദെൻ കംസ് സോഷ്യൽ. നമ്മളുടെ ഡിജിറ്റൽ ലേണേഴ്സ് they are social creatures. They are very passionate about the social media. അവരുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണ്. So they understand the value of the strong social followings. സൊസൈറ്റി എന്താണ് ഫോളോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. And they are empowered to deliver the feedback in the public domain. അവർക്ക് അവരുടെ ഫീഡ്ബാക്സ് പബ്ലിക് ഡൊമൈനിൽ കാണിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ പബ്ലിക് ഇഷ്യൂസ് വന്നാൽ അപ്പൊ തന്നെ മൊബൈലില് എന്ത് ചെയ്യുന്നു, വീഡിയോ എടുത്തിട്ട് വാട്സപ്പ് അയക്കുകയാണ് അല്ലേ. അതാണ് ആ ഒരു പ്രവണത അല്ലെ. എന്ത് സംഭവം നടന്നാൽ അപ്പോ എടുക്കുക വീഡിയോ, അല്ലെങ്കിൽ അപ്പൊ ഒരു ഇൻഫർമേഷൻ മീഡിയ കൂടെ പാസ് ചെയ്യാണ്. അപ്പൊ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസ് അത് ഈ പറയുന്ന ഡിജിറ്റൽ ലേണേഴ്സിന് ഭയങ്കര കൂടുതലാണ്. പിന്നെ they are technically sound persons. They are well versed in internet technologies. ഇന്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വെബ് ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അവരെ പഠിപ്പിക്കേണ്ട, ബിക്കോസ് ദേ ടെക്നിക്കലി നോ അബൌട്ട് ദാറ്റ്. ഒരു ആപ്ലിക്കേഷൻ വന്നാൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇത്രയും ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിജിറ്റൽ ലേണേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. Okay, that is busy, impatience, impartial, social and technical. Okay, ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഇന്റർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള നോളജ് റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നത്. ഡിജിറ്റൽ ലേണേഴ്സ്, ലേണേഴ്സ്, ലേണിംഗ്, ഡിജിറ്റൽ ലിറ്ററസി ഇതെല്ലാം സെയിം മീനിങ് ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ലേണിംഗ് സിസ്റ്റം തന്നെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നൗ ഗോയിങ് ടു ബി ഓൺ ദ ലേണിംഗ് ബേസിസ്. എന്താ വെച്ചാൽ ഈ ലേണിംഗില് നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്കലി ആൻഡ് ടെക്നോളജിക്കലി ഈസ് സപ്പോർട്ടഡ്. നമ്മളുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇപ്പം ഈ പറയുന്ന ഇലക്ട്രോണിക്കൽ ആൻഡ് ടെക്നോളജിക്കലിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു പ്രിസ്ക്രൈബ് സിലബസ്, അതിനുള്ള ബുക്സ്,
Now അങ്ങനെയല്ല. There is syllabus, books, and there is lot many references you can navigate and find out in the internet, and related current affairs ഇതെല്ലാം. ഇപ്പം ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, സർ when I was studying for PG 90s ഞാൻ എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തത്, and I had an opportunity to visit the library of Indian Institute of Management Studies, Bangalore. അവിടുത്തെ ലൈബ്രറി ഇറ്റ്സ് എ 24 hours വർക്കിംഗ് ലൈബ്രറി. ഓക്കെ, ആ നോളജ് റിസോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ IIMസിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് മോസ്റ്റ്ലി ദേ യൂസ് ടു സ്പെൻഡ് മെജോറിറ്റി ഓഫ് ദ ടൈം ഇൻ ദ ലൈബ്രറി. ഇപ്പം നമ്മൾ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അറേഞ്ച്മെന്റ്സ് നോക്കുകയാണെങ്കിൽ അറ്റ് ദ ടൈം ഇന്റർനെറ്റ് അപ്പം ഡെവലപ്പ് ആവുന്നതേ ഉണ്ടായിരുന്നു കേട്ടോ. സോ അറ്റ് ദ ടൈം നമ്മൾ അവിടെ ചെല്ലുമ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ വൈസ് ആണ്. ഇപ്പോൾ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറി ആയതുകൊണ്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് മാത്രം അവിടെ ഉള്ളത്. അപ്പം ഒരു ഫോർ എക്സാമ്പിൾ മാനേജിംഗ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. ആ സെക്ഷനിൽ പോയാൽ മാനേജിംഗ് എക്കണോമിക്സിലുള്ള ഒരുവിധ എല്ലാ ടെക്സ്റ്റ് ബുക്സും അവിടെ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്സ് മാത്രമല്ല, അതിന്റെ ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് എല്ലാം, പേപ്പർ കട്ടിങ്സ് എല്ലാം. അപ്പൊ ഡിഫറെന്റ് സോഴ്സിൽ നിന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്ത് ഒരു സെക്ഷനിൽ വെച്ചേക്കാം. സോ ഇപ്പൊ മാനേജ്മെന്റ് എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അവിടെ പോയി ഇരുന്ന് അതെല്ലാം ആക്സസ് ചെയ്യാണ്. ഇപ്പൊ അങ്ങനത്തെ സാഹചര്യം വേണ്ട. ഇപ്പോഴത്തെ ഇന്റർനെറ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല, കാരണം ഇതെല്ലാം നെറ്റിൽ കൂടെ കിട്ടാണ്. ഓക്കെ, സോ അതാ പറയുന്നത്, ഇലക്ട്രോണിക്കലി ആൻഡ് ടെക്നോളജിക്കലി the learning and teaching is now supported through e-learning. അപ്പൊ അത് നമ്മളുടെ ഇന്റർനെറ്റ് ടെക്നോളജിയിലൂടെ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ, റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ, വേരിയസ് സബ്ജക്ട്സിനെ കുറിച്ചുള്ള നോളജ് കിട്ടാനായിട്ട് ഇതെല്ലാം ഇന്റർനെറ്റ് ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് നോളജ് റിസോഴ്സ് ഓഫ് ഇന്റർനെറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മളുടെ ഡിജിറ്റൽ ലേണേഴ്സിന് ഡിജിറ്റൽ ലിറ്ററസി നെറ്റിൽ കൂടെ കിട്ടുന്നത് ഈ ലേണിംഗ് പ്രോസസ്സിലൂടെയാണ്. അതിന് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലേണിംഗ് അവർക്ക് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് സപ്പോർട്ടഡ് ത്രൂ various electronic communication delivery methods and technologies. ഒരുപാട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡെലിവറി മെത്തേഡ്സ് ആൻഡ് ടെക്നോളജീസ് ഉണ്ട്. അതുകൊണ്ടാണ് കോംപ്ലക്സ് ആണെന്ന് പറയുന്നത് കേട്ടോ ഈ ഡിജിറ്റൽ ലിറ്ററസി. പക്ഷെ എങ്കിലും നമ്മൾ ആ ഒരു സ്കില്ല് നേടിയിരിക്കേണ്ടതാണ്. ഓക്കെ, സോ സച്ച് ആസ് ടെലിവിഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്ററാക്റ്റീവ് ടെലിവിഷൻ, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ്, വെബ് കോൺഫറൻസ്, ഇ ബുക്സ്, വിർച്വൽ ക്ലാസ് റൂംസ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഏബിൾഡ് ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെയുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നോളജീസിൽ ഏറ്റവും മേജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ആൻഡ് ടെക്നോളജീസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ബൈ വൺ. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇ ബുക്സ്. ഇ ബുക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇ ബുക്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ബുക്സ് ആണ്. നമ്മുടെ ട്രഡീഷണൽ ബുക്സിന്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ ആണ് ഇ ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ പേഴ്സണൽ ആയിട്ട് ട്രഡീഷണൽ ബുക്സ് ഹാർഡ് കോപ്പി വാങ്ങിച്ചു വെക്കാം. ഇലക്ട്രോണിക് ബുക്സ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതൊന്നില്ലെങ്കിൽ ഫ്രീ ഡൗൺലോഡ് ആയിട്ടോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കാം. അത് ചിലപ്പോൾ CD-യിലും അവൈലബിൾ ആണ്. അപ്പൊ CD വാങ്ങിച്ച ബുക്സ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പബ്ലിഷേഴ്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഇ ബുക്കിന്റെ പ്രത്യേകത. അപ്പൊ ഈ ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ബുക്സ് വായിക്കുന്ന പോലെ ഓപ്പൺ ചെയ്ത് വായിക്കാനായിട്ട് there are several different ways. അത് പല രീതികളുണ്ട്. അതിൽ ഒരെണ്ണമാണ്, ആദ്യത്തെയാണ് പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് ഡിവൈസ്. പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് ഡിവൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ബുക്സ് പോലെ തന്നെ നമുക്ക് എല്ലായിടത്തും കൊണ്ടുനടക്കാം. ഓക്കെ, അത് ചെറിയൊരു സ്മോൾ ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടറാണ്. ഒരു ബുക്ക് പോലെ തന്നെ നമ്മുടെ ടാബ്ലറ്റിലും കുറച്ചുകൂടി വലുതായിരിക്കും. അങ്ങനെ ഒരു കമ്പ്യൂട്ടറാണ്. സാധാരണ നമ്മുടെ ബുക്ക് പോലെ തന്നെയാണ് ഇരിക്കുക. അപ്പൊ അത് നമുക്ക് ബാറ്ററി പവറിൽ റൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മോണിറ്റർ നമുക്ക് ബുക്ക് പോലെ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മോണിറ്ററിൽ നമുക്ക് ഈ പറയുന്ന ഈ ബുക്കിന്റെ ഓരോ പേജസ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് റീഡ് ചെയ്യാം. ഓക്കെ, ആ ബുക്സ് അതിന്റെ പിന്നെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആ ബുക്സ് റീഡ് ചെയ്യാം. അപ്പം അതാണ് നമ്മളുടെ പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് ഡിവൈസ്.
ഓക്കെ, ഇനി വേറെന്താ ഡിവൈസ് ഉള്ളത് നോക്കാം. ഇനി നമ്മളുടെ കമ്പ്യൂട്ടറിൽ അതുപോലെ തന്നെ മാക്കില് അല്ലെ, മാക്കിൻടോഷ് മെഷീൻസ് അല്ലെ, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, അതാണ് മാക്കിൻടോഷ്. ഇങ്ങനെയുള്ള മെഷീൻസിലൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ. ഫ്രീ സോഫ്റ്റ്വെയർ പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കൂടെ നമ്മൾ ഇ ബുക്സ് ഓപ്പൺ ചെയ്യാം. ലൈക്ക് അഡോബ് അക്രോബാറ്റ് റീഡർ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസ്, ഫ്രീ സോഫ്റ്റ്വെയർ പാക്കേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇ ബുക്സ് ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇ ബുക്സ് റീഡ് ചെയ്യാനുള്ള ഡിവൈസസ്. ഓക്കെ, സോ നമുക്ക് ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ, bye, and all of you please take care. Okay, thank you.